നിന്നെ കാത്ത് കാത്ത് ഞാൻ രാപ്പകലുകളായി അതിശയ പ്രേമത്തെ ഓർത്തലയുകയായി. ഇന്നെനിക്ക് ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അലാറൊന്നും വെച്ചില്ല. പക്ഷെ എന്നാലും നേരത്തെ എണീച്ചു. കാരണം പുറത്ത് നല്ല കാറ്റും തണുപ്പും മഴയും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു കോസി മോർണിംഗിൽ ഒരു കോസി ബ്രേക്ക്ഫാസ്റ്റ് ആരാഗ്രഹിക്കാത്ത. അങ്ങനെ ഞാൻ ബ്രെഡും മുട്ടയും പാലും വെച്ചിട്ട് ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തു. ഇനി ലഞ്ചിനുള്ള കുറച്ച് പരിപാടികളാണ്. എനിക്ക് ലീവുള്ള ദിവസമാണ് ഞാൻ ഉച്ചയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉച്ചയ്ക്ക് ലഞ്ചിന് കൊണ്ടുപോകുന്നത്. ഇനി എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട്. എൻ്റെ സ്റ്റാൻഡ് നിങ്ങളാരും കാണാതെ പോകരുത്. ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ ഇന്ന് എടുക്കാനുള്ള ഷോർട്സ്, ലോങ് വീഡിയോ, റീൽസ് അങ്ങനെ എല്ലാം ഒരു ഡയറിയിൽ സെറ്റ് ചെയ്ത് വെക്കും. ഇതുപോലെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ച് വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു കോർണറിനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് അത്തറൊക്കെ പൂശി കേട്ടോ. എനിക്ക് വീട്ടിലാണെങ്കിലും അത്തറും പെർഫ്യൂമും ഒക്കെ അടിച്ച് എപ്പോഴും ഇങ്ങനെ നല്ല മണത്തിൽ നിൽക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്കൊന്നും മയങ്ങാൻ പോയി കേട്ടോ. എനിക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം ഉച്ചയ്ക്കൊന്നും മയങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ മഴ തന്നെയായിരുന്നു. വൈകിട്ട് ഞാനൊരു ചായയൊക്കെ ഇട്ട് വടയൊക്കെ ആയിട്ട് കഴിച്ചു. പുതിയൊരു ജ്വല്ലറി ബോക്സ് കിട്ടിയപ്പോൾ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറീസൊക്കെ അതിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. കാറ്റും വെളിച്ചവും കൊള്ളാതെ എൻ്റെ കുറച്ച് കൊറിയർ പാക്കേജസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. എല്ലാം വാരിയെടുത്ത് ഞാൻ പൊട്ടിക്കാൻ തുടങ്ങി. രാത്രി ഫുഡ് ഉണ്ടാക്കണ്ട, ഒരു സാധനം കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ KFC ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. പിന്നെ പ്ലേറ്റ് പോലും എടുത്തില്ല. രണ്ടുപേരും അതിന്ന് തന്നെ അങ്ങ് കഴിച്ചു. അങ്ങനെ മെല്ലെ തിന്നതിന് ശേഷം ഞാൻ വീണ്ടും ചായ ഇടാൻ പോയി. ഒരു ഫാർമ കമ്പനിയുടെ കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് ഈ ഗുഡ്വിൻ ടീയുടെ ചായപ്പൊടി സെറ്റ്. എനിക്കില്ലേ ഇങ്ങനെ റൂമിലിരുന്ന് ചായ ഇട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതെന്താണെന്നറിയോ, നമ്മൾ ഈ റിസോർട്ടിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഇതുപോലെ റൂമിനകത്ത് തന്നെ എല്ലാ സെറ്റപ്പും കാണും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇട്ട് കുടിക്കുമ്പോൾ ഞാൻ ഇത് റിസോർട്ടിലിരിക്കുന്ന പോലെ ഒരു ഫീലാണ്. ലിറ്റിൽ ബിറ്റ് ഓഫ് സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. ഈ വീക്ക് ഞാൻ ഫേസിലെ സ്ക്രബ് ഒന്നും ഇട്ടില്ല. സോ ഞാൻ എംകഫീന്റെ ഒരു കോഫി സ്ക്രബ് വെച്ചിട്ട് ഫേസ് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുത്തു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കോട്ടൺ നൈറ്റ് വെയറിലേക്ക് മാറിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.